പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ 10 വിട പറയാൻ ഏതാനും മണിക്കൂർ മാത്രമേ ഉള്ളൂ. മഗ്ഫിറത്തിൻ്റെ 10 പോവുക, നമ്മളിലേക്ക് അവസാനത്തെ 10 ദിനങ്ങൾ കടന്നു വരികയാണ്. ഈ അവസാനത്തെ 10 ദിനങ്ങളിൽ നമ്മൾ പറയുന്ന ദിക്റുകളുണ്ടല്ലോ, 2 സ്പെഷ്യലായിട്ടുള്ള ദിക്റുണ്ട്. ആ സ്പെഷ്യലായ ദിക്റുകൾ പറയുന്ന സമയത്ത് പല അബദ്ധങ്ങളും നമുക്ക് പറ്റും. അങ്ങനെ അബദ്ധങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ ദിക്ർ പറയുന്നതെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത കിട്ടൂല, പുണ്യം കിട്ടൂല. അപ്പം അതുകൊണ്ട് ഈ അവസാനത്തെ 10 നമ്മൾ പറയുന്ന ദിക്റുകൾ എങ്ങനെയാണ് തെറ്റില്ലാതെ പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് പരിപാവനമായ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട 21-ാം രാവാണ്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ കൊണ്ട് നമുക്ക് പറ്റും. ഏതാണ് ആ ദിക്ർ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് തിങ്കളാഴ്ച രാവ് കൂടിയാണ്. ഒരു കുഞ്ഞു സ്വലാത്ത് പറഞ്ഞു തരാം. ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് 10 നേട്ടങ്ങളാണ്. ഒന്നാമത് ആ സ്വലാത്തിൻ്റെ നേട്ടം പറയുന്നത് മരിക്കുന്ന സമയത്ത് മുഖം പ്രകാശിച്ച് ഈമാൻ തുളുമ്പുന്ന മുഖത്തോടെ നമുക്ക് മരിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഏതാണ് ആ സ്വലാത്ത്, ഏതാണ് ആ ദിക്ർ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട. മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയ നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സദസ്സിനെ അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ വീഡിയോ കാണുന്നവർ, താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ, അതുപോലെ ദുആ വസിയത്ത് പറയുന്നവർ, നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് ഫാമിലി ഗ്രൂപ്പിലേക്കും അവരുടെ കൂട്ടുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുന്ന ആളുകൾ, സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾ, അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ആയുസ്സിൽ ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ റമദാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പരിശുദ്ധമായ റമദാനിൻ്റെ 20-ാമത്തെ പകലിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ മഗ്രിബോട് കൂടി 21-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതായത് അവസാനത്തെ 10ലേക്ക് ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മൾ പ്രവേശിക്കുന്നു. മഗ്ഫിറത്തിൻ്റെ 10 ഇന്ന് മഗ്രിബോടെ അവസാനിക്കുന്നു. മഗ്രിബോട് കൂടി നരകമോചനത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല വിട പറഞ്ഞു പോകുന്ന ഈ മഗ്ഫിറത്തിൻ്റെ 10 ഒരുപാട് നമ്മൾ ദുആ ചെയ്തു, ഒരുപാട് മഗ്ഫിറത്തിനെ ചോദിച്ചു. മഗ്ഫിറത്ത് കിട്ടിയ, പാപമോചനം കിട്ടിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന നരകമോചനത്തിൻ്റെ 10, സ്വർഗപ്രവേശന 10, അതുപോലെ അഫു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മാപ്പിനെ ചോദിക്കേണ്ട ദിനരാത്രങ്ങളാണ്. അള്ളാഹു തആല ആ സമയങ്ങളിലൊക്കെ നല്ലതുപോലെ ഇബാദത്ത് എടുക്കാൻ തൗഫീക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവ് കൂടിയാണ്. തിങ്കളാഴ്ച രാവിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. ഒരുപക്ഷെ വെള്ളിയാഴ്ച രാവിനേക്കാൾ ശ്രേഷ്ഠത എന്ന് തന്നെ പല ഉലമാക്കളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉറപ്പായിട്ടല്ല, അഭിപ്രായപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച. കാരണം തിങ്കളാഴ്ച രാവെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസമാണ് തിങ്കളാഴ്ച. ആ തിങ്കളാഴ്ചയുടെ രാവിന് വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ടെന്നാണ്. നമ്മൾ വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്, തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. ഒരാൾ ഈ വ്യാഴം തിങ്കൾ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമേ നോമ്പ് പിടിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ അയാൾ തിങ്കളാഴ്ച നോമ്പ് തിരഞ്ഞെടുക്കട്ടെ. കാരണം വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിനേക്കാൾ ശ്രേഷ്ഠത അല്പം കൂടുതൽ തിങ്കളാഴ്ച നോമ്പിനാണ് എന്ന് പോലും അഭിപ്രായപ്പെട്ട ഒരുപാട് ഉലമാക്കൾ നമുക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച രാവിന് വലിയ ശ്രേഷ്ഠതയുണ്ട് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10ലെ 21-ാം രാവ് കൂടിയാണ്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ, ശ്രേഷ്ഠതകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു സമയത്തിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ മതി. ലൈലത്തുൽ ഖദറിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടാൻ ഒരൊറ്റ ദിക്ർ. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അതോടൊപ്പം വളരെയധികം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ റമദാനാണ്. നമ്മുടെ കാതിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, വായയെ സൂക്ഷിക്കണം, നമ്മുടെ ശരീര അവയവങ്ങളെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരികളെ, നാളത്തെ ദിവസം പെട്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എടാ എൻ്റെ വീടിന് തീ പിടിച്ചു, എടാ എൻ്റെ വാപ്പാടെ വാപ്പ മരിച്ചു,
എടാ എൻ്റെ ഉമ്മാടെ വാപ്പ മരിച്ചു, എടാ ഇന്നാലിന്നവൻ അവൻ ആക്സിഡൻറ്റിൽപ്പെട്ടു, നമ്മുടെ കൂട്ടുകാരൻ സെയ്താലി അവൻ അപകടത്തിൽപ്പെട്ടടാ, നീ അറിഞ്ഞില്ലേ, എടാ നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ പെണ്ണ് അവൾ ഒളിച്ചോടി. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ. കുറച്ച് കഴിയുമ്പോൾ ഫൂളാക്കിയേ, ഞാൻ പറ്റിച്ചേ, കാരണം നാളെ ഏപ്രിൽ 1 ഏപ്രിൽ ഫൂളാണ്. ഏപ്രിൽ ഫൂൾ ദിനം അല്ലെങ്കിൽ ഏപ്രിൽ 1 ലോക വിഡ്ഢി ദിനമാണ്. അതായത് വിഡ്ഢികൾക്ക് വേണ്ടി ഒരു ദിനം എന്ന് തന്നെ പറയണം. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിനം ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. റമദാനാണ്, വെറുതെ ആണെങ്കിലും നുണ പറയാൻ പാടില്ലെന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വേണ്ടാത്ത ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരും, നിങ്ങൾ അറിഞ്ഞോ ഇന്നലെ ഇന്നാലിന്നത് സംഭവിച്ചു, ആരെങ്കിലും അവിടെ വരണേ, ഓടിപ്പോണേ, ആരെങ്കിലും അറിഞ്ഞോ. നമ്മളിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് മെസ്സേജ്, അതെ ഏപ്രിൽ ഫൂളാക്കിയതാണ്, ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വാർത്തകൾ വന്നേക്കാം. അതുകൊണ്ട് വളരെ ഇത് ശ്രദ്ധിക്കുക. റമദാനാണ്, ആരെയൊക്കെ പറ്റിക്കാനാണെങ്കിലും തമാശക്കാണെങ്കിലും ഒരിക്കലും നുണ പറയാൻ നിൽക്കണ്ട. കാരണം ആ ഒരൊറ്റ നുണ കൊണ്ടായിരിക്കാം, ആ ഒരൊറ്റ വേണ്ടാത്തരം കൊണ്ടായിരിക്കാം നമ്മുടെ നോമ്പിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ പണിക്കൊന്നും ഒരൊറ്റ ചെറുപ്പക്കാരനും ഒരൊറ്റ മനുഷ്യനും നിൽക്കണ്ട. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 നമ്മളിലേക്ക് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരികയാണ്. 2 പ്രധാനപ്പെട്ട ദിക്റാണ് നമ്മൾ ഈ അവസാനത്തെ 10 ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് പറയേണ്ടത്. 1, നരകമോചനം ചോദിക്കുന്നു, സ്വർഗപ്രവേശനം ചോദിക്കുന്നു. റമദാൻ 3 10കളാണ്. ആദ്യത്തെ 10, രണ്ടാമത്തെ 10 ദിനങ്ങൾ, മൂന്നാമത്തെ 10 ദിനങ്ങൾ. ആദ്യത്തെ 10 കഴിഞ്ഞു പോയി, രണ്ടാമത്തെ 10 കഴിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം. മൂന്നാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട 2 ദിക്ർ. പിന്നെ റമദാൻ 1 to 30 വരെ നമ്മൾ പറയുന്ന ഒരു ദിക്ർ ഉണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. നമ്മൾ റമദാൻ 1 to 30 വരെ പറയേണ്ടതാണ്. പിന്നെ റമദാനിൻ്റെ മൂന്നാമത്തെ 10 നമ്മൾ അധികരിപ്പിക്കേണ്ട ഒന്നാമത്തെ ദിക്ർ, ഒന്നാമത്തെ തസ്ബീഹ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. പല ആളുകൾക്കും ഇതൊരു പക്ഷേ പറയാൻ കിട്ടൂല. അല്ലാഹുമ്മ അഅ്തിഖ്നി, അഅ്തിഖ്നി, അഅ്തിഖ്നി എന്നല്ല, അഅ്തിഖ്നി ഐനാണ് അവിടെ, അല്ല, 2 അലിഫല്ല അവിടെ ഉള്ളത്, ഒരു അലിഫും ഒരു ഐനുമാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി, അല്ലാഹുമ്മ അഅ്തിഖ്നി അല്ല, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. വഅദ്ഖിൽനിൽ എന്നൊക്കെ പറയാം, വഅദ്ഖിൽനിൽ അല്ല, വഅദ്ഖിൽനിൽ, വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅ്തിഖ്നി, നീ എന്നെ മോചിപ്പിക്കണം, നീ എനിക്ക് കാവൽ തരണം, മിനന്നാർ, നരകത്തിൽ നിന്നും, വഅദ്ഖിൽനിൽ ജന്നത, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണം, യാ റബ്ബൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ദുആ മറന്നു പോവേണ്ട. ഒന്നുകൂടി, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ഇതാണ് അവസാനത്തെ 10 പറയേണ്ട ഒന്നാമത്തെ ദിക്ർ. രണ്ടാമത്തേത്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് പല ആളുകളും പറയുന്നത്. പറയാൻ കിട്ടൂല ഈ ദിക്ർ, പല ആളുകൾക്ക് ഇത് കിട്ടൂല, വെറുതെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരു ഒപ്പിക്കലാണ്. അതായത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയണം. പല ആൾക്ക് അവസാനം ഫു കുറേ ഫ ഉള്ളതുകൊണ്ട് ഫ എന്ന് പറഞ്ഞിങ്ങനെ പോകും. അങ്ങനെയല്ല കേട്ടോ, അർത്ഥം മാറിയാൽ വളരെ ഗുരുതരമാണ്. നല്ലപോലെ പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. വളരെ സിമ്പിളാണ്. ഒന്നുകൂടെ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക, നിശ്ചയമായും നീ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി.
വളരെ സിമ്പിളാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പ് ചെയ്യണേ. കാരണം മഗ്ഫിറത്തിനേക്കാൾ കൂടുതൽ, റഹ്മത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടതാണ് അഫ്വ്, മാപ്പ് എന്നുള്ളത്. അള്ളാഹു നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകളൊക്കെ നമുക്ക് മാപ്പ് തരുന്നു. അതായത് നമ്മൾ ആ തെറ്റ് ചെയ്തവനാണെന്ന് പോലും അള്ളാഹു തആല നോക്കാതെ നമ്മൾ സ്വർഗത്തിലേക്ക് വിടുന്നു. അതാണ് അഫ്വ്. അപ്പോൾ ആ അഫുവിനെ നമ്മൾ ചോദിക്കണം, നരകമോചനം ചോദിക്കണം, സ്വർഗ്ഗപ്രവേശം ചോദിക്കണം. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 2 ദിക്ർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഉൾപ്പെടെ മൊത്തം 3 ദിക്ർ ഉണ്ട്. അപ്പോൾ ഇത് 3ഉം നമ്മളിങ്ങനെ അധികരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അതല്ലാതെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അത് നരകത്തിൽ നിന്നുള്ള മോചനം ചോദിക്കുന്ന ദിക്റാണ്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് കടക്കാൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അതും നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ്. ഇതുപോലെ ഒരുപാട് ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈ. അതൊക്കെ വളരെ ശ്രേഷ്ഠമുള്ള ദിക്റാണ്. ഇന്ന് 21-ാം രാവാണ്. ഇന്ന് 21-ാം രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട അതിപ്രധാനപ്പെട്ട രാവാണ്. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം മുഴുവനും കിട്ടാൻ ഈ രാത്രി നമ്മൾ പറയേണ്ട ദിക്ർ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. പിന്നെ നമ്മൾ പറയേണ്ടത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. മൂന്നാമതായി അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. പിന്നെ ഈ ദിക്ർ പറയുമ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ ഉള്ള ഒരു പതിവുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ 3 പ്രാവശ്യം ദുആക്ക് ശേഷം പറയും. എന്ത്? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ യാ കരീം യാ റഹീം യാ അല്ലാഹ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് നല്ലതാണ്. ഹദീസിൽ വന്നിട്ടുള്ളത് ഫഅഫു അന്നി എന്ന് വരെ മാത്രമാണ്. പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രം. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. യാ കരീം യാ റഹീം യാ അല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, പേരാണ്. അത് ആ ഒരു കൂട്ടത്തിൽ പറഞ്ഞു എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ഹദീസിലില്ല പിന്നെ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് കമൻ്റായിട്ട് ആരും എഴുതാൻ നിൽക്കണ്ട. പറയുന്നവർക്ക് പറയാം, പറയേണ്ടാത്തവർക്ക് പറയണ്ട. അത് അത്രേ ഉള്ളൂ, തീർന്നു അവിടെ. അപ്പോൾ അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ആ ദിക്റും കൂട്ടത്തിൽ ഒരു കുഞ്ഞു ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പുണ്യങ്ങളും കരസ്ഥമാക്കാൻ ഒരു ദിക്ർ. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. എൻ്റെ പൊന്നുസ്താദ്, ഇത് വല്ലാത്ത നീളമുള്ള ദിക്റാണല്ലോ. വളരെ ചെറുതായി നമ്മൾ പറയുന്ന ദിക്റുകൾ ഒന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ രാവിൽ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം. ഇന്ന് 21-ാം രാവ്. ഇനി 23-ാം രാവ് വരുന്നു, 25, 27, 29. ഈ ഒറ്റ രാവുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളാണ്. എന്നത് മാത്രമല്ല, അവസാനത്തെ 10 മുഴുവനായിട്ട് നമ്മൾ പറയണം. ഒന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. രണ്ടാമതായി അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. മൂന്നാമതായി അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ. നാലാമതായി ഈ ദിക്ർ ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. വളരെ സിമ്പിളാണ്, നമ്മളൊക്കെ പറയുന്നത്. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറയുന്നവരല്ലേ. അപ്പോൾ ആ ദിക്റുകളൊക്കെ ഒന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. ഒന്നുകൂടി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ ഈ ഒരു ദിക്റും കൂടി നമ്മൾ ആഡ് ചെയ്ത് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദറിന്റെ മുഴുവൻ പുണ്യങ്ങളും പടച്ചോൻ നമുക്ക് തരുന്നതാണ്. അല്ലാഹു തരുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് വിശുദ്ധമായ റമളാനിന്റെ പുണ്യമായ തിങ്കളാഴ്ച
തിങ്കളാഴ്ച രാവാണ്, നാളെ തിങ്കളാഴ്ച ദിവസമാണ്. ഇതുപോലൊരു തിങ്കളാഴ്ച ദിവസത്തിലാണ് മുത്തായ ഹബീബ് ജനിച്ചത്. അതുകൊണ്ട് സ്വലാത്ത് മറന്നു പോവരുതേ. റമദാനിൽ നമ്മൾ ദിക്റുകൾ അധികരിപ്പിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു വസ്തുതയാണ് സ്വലാത്ത് മറന്നു പോവാൻ പാടില്ല. എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. വിശുദ്ധമായ റമദാനിൽ നമ്മൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. നമുക്കൊരുപാട് സ്വലാത്ത് അറിയാം. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാവുന്ന ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്വലാത്താണ് ഓർമ്മിപ്പിക്കാൻ പോകുന്നത്. ഏതാണ്? മരണസമയത്ത് നമ്മുടെ മുഖം പ്രകാശിക്കുന്ന ഒരു സ്വലാത്താണ്. മുത്തായ ഹബീബിനെ കണ്ണ് നിറയെ കാണാൻ, ഖൽബ് നിറയെ കാണാൻ അള്ളാഹു അവസരം തരുന്ന, ഒന്നുകിൽ സ്വപ്നത്തിൽ, അല്ലെങ്കിൽ നമുക്ക് മരണത്തിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ആഖിറത്തിൽ വെച്ച് നബിതങ്ങളെ ആവോളം കാണാൻ പറ്റിയ ഒരു സ്വലാത്താണ്. പിന്നെ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കരുണ കിട്ടും, അതുപോലെ പാപങ്ങൾ പൊറുക്കപ്പെടും, സ്ഥാനമാനങ്ങൾ അള്ളാഹു ഉയർത്തിത്തരും, ഉഹുദ് മലയോളം പ്രതിഫലം അള്ളാഹു തരും, മനസ്സിലെ വിഷമങ്ങളെ, സങ്കടങ്ങളെ, ദുഃഖങ്ങൾ മാറ്റിത്തരും, ഒരു അടിമയെ മോചിപ്പിച്ചത് പോലോത്തൊരു പ്രതിഫലം തരും, മരണസമയം നമുക്ക് എളുപ്പമാക്കി തരും, അതുപോലെ അർശിൻ്റെ തണൽ കിട്ടുന്ന, വലത് കൈയിൽ കിതാബ് കിട്ടുന്ന, ഹൗദുൽ കൗസർ കുടിക്കാൻ കിട്ടുന്ന, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, 10ഓളം നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് റമദാൻ മാസമായതുകൊണ്ട് ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമുക്ക് നിരവധി പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ കൂലിയാണ് കിട്ടാൻ പോകുന്നത്. ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അന്നബിയിൽ ഉമ്മിയി الطاهر الذكي صلاة تحل به العقد وتحك به القرب وعلى آله وصحبه وسلم. ഒന്നുകൂടി പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി അത്വാഹിരി ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അർത്ഥം കൂടി പറഞ്ഞാലോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി, നീ ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണം, അലാ സയ്യിദിന, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ. എങ്ങനെയുള്ള മുത്തുനബിയാണ്? മുഹമ്മദിൻ നബിയിൽ ഉമ്മിയി, ഉമ്മിയായ നബിയായ റസൂല്, ഞങ്ങളുടെ നേതാവിൻ്റെ മേൽ നീ ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണം. തീർന്നോ? ഇല്ല. അത്വാഹിരി ദക്കി, ബുദ്ധിമാനായ പരിശുദ്ധനായ മുത്ത് റസൂൽ. സ്വലാത്തൻ, ഒരു ഗുണം നീ കൊടുക്കണം. തഹുല്ലു ബിഹിൽ ഉഖദു, അതുകൊണ്ട് കെട്ടുകൾ അഴിക്കപ്പെടുന്നു. വതഹുക്കു ബിഹിൽ ഖുറബു, പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നു. വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം, ആ മുത്തായ റസൂലിന് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും സ്വഹാബിമാർക്കും എല്ലാവർക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണം. ഇതാണ് ആ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം. ഒന്നുകൂടി പറഞ്ഞാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അത്വാഹിരി ദകീ സ്വലാത്തൻ തഹുല്ലു ബിഹിൽ ഉഖദു വതഹുക്കു ബിഹിൽ ഖുറബു വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്ത് മറന്നു പോകണ്ട ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടാൻ 4 ദിക്ർ നമ്മൾ ഏകദേശം മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിക്ർ ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവാണ്. ആ രാവിനെ നമ്മൾ വളരെ ശ്രേഷ്ഠതയോടുകൂടി കാണേണ്ടതുണ്ട്. കൂടാതെ ഇന്ന് 21-ാം രാവാണ്, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാവുകളൊക്കെ ശ്രദ്ധിച്ച് ഒരുപാട് പുണ്യങ്ങൾ നേടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. മഗ്ഫിറത്തിൻ്റെ 10 പോകുന്നു, അവസാനത്തെ 10 കടന്നു വരുന്നു. അല്ലാഹു പടച്ചോ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പോകാൻ വരട്ടെ ഒരു കാര്യം കൂടി. അതായത് വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 അതിശ്രേഷ്ഠമായ സമയമാണ്. പ്രത്യേകിച്ച് മഗ്രിബിന് ശേഷം നമ്മുടെ ചാനലിൽ ഇൻഷാ അല്ലാഹ് റമളാൻ 1 തൊട്ടേ ഉണ്ട്. എല്ലാ ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മൾ ഒരു ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ വരണം ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്ന മജ്ലിസാണ്. ഒരുപാട് ദിക്റും സ്വലാത്തൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുന്ന സദസ്സാണ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. അപ്പോൾ എല്ലാവരും ആ മജ്ലിസിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ആ മജ്ലിസിൻ്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ.
ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാനിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്നു, അതായത് ഖത്തം ഓതുന്നു, ഖത്തം തീർക്കുന്നു. എന്താ ഖത്തം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം അത് നമ്മൾ പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഖത്തം? ഖത്തം ഓതേണ്ടത് എങ്ങനെയാണ്? ഖത്തം ഓതുമ്പോൾ വിശുദ്ധമായ ഖുർആൻ മുഴുവനും ഓതാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, അയാൾ ആ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സുപ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒരു മനുഷ്യൻ ഖത്തം ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം, അവൻ ഓതുന്ന സമയത്ത് അവൻ്റെ ഓത്തിൽ വരുന്ന പല അബദ്ധങ്ങളും എങ്ങനെ തിരുത്തണം തുടങ്ങി ഖത്തുമുൽ ഖുർആൻ ഓതുന്ന ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളടങ്ങുന്ന ഒരു വീഡിയോ മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഖത്തുമുൽ ഖുർആനുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് കേൾക്കുക, മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ ഖത്തുമുൽ ഖുർആനിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.